ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഹോം ടൂറാണ്. ഒരു സിംഗിൾ സ്റ്റോറി വീടിൻ്റെ ഹോം ടൂറാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കോട്ടയം ജില്ലയിൽ കാണക്കാരിക്ക് അടുത്ത് കുറുമുള്ളൂർ എന്ന സ്ഥലത്ത്, ഏറ്റുമാനൂരിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിൽ, കാണക്കാരിയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരത്തിൽ. കാണക്കാരി എന്ന് പറയുന്നത് ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിലാണ്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പോർഷൻ സ്ലൈഡിങ്ങും ഒരു പോർഷൻ തുറക്കത്തക്ക രീതിയിലുമാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോർച്ചിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത്. ഗേറ്റ് മുതൽ പോർച്ച് വരെയുള്ള പോർഷൻ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിൻ്റെ ഇടയ്ക്ക് പുല്ല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ വരാന്തയിലേക്കുള്ള എൻട്രൻസ്, കോർട്ട്യാർഡ് ലോൺ പിടിപ്പിച്ചിരിക്കുകയാണ്. ലോണിൻ്റെ ഇടയ്ക്കൂടെ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് നല്ല ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വരാന്തയിലേക്ക് പ്രവേശിക്കാം. വരാന്ത ഒരു 4 പേർക്ക് സുഖമായിട്ടിരിക്കത്തക്ക ഒരു വരാന്തയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 സീറ്റ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രോയിങ് റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഡ്രോയിങ് റൂമിലേക്കുള്ള എൻട്രൻസ് സൂപ്പറായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോർ നോക്കാം. ഈ ഫ്രണ്ട് ഡോറിലേക്ക് അകത്തുനിന്ന് പുറത്തേക്ക് വ്യൂ ചെയ്യാനുള്ള ഗ്ലാസ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഡോറിൻ്റെ കൂടെ ഒരു സിംഗിൾ സ്റ്റോറി ജനലും ഉണ്ട്. ആ ജനലിൽ കൂടെയും വരുന്ന ഗസ്റ്റിനെ നമുക്ക് പുറത്തേക്ക് കാണുവാൻ സാധിക്കും. ഡ്രോയിങ് റൂം നോക്ക്. ഡ്രോയിങ് റൂം ഇതാ, എത്ര പേർക്ക് ഇരിക്കാമെന്ന് നോക്കുക. 2, 3, 5, 7 പേർക്ക് സുഖമായി ഇരിക്കത്തക്ക ഡ്രോയിങ് റൂം. ഈ ആളുകൾ ഇരിക്കുമ്പോൾ ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പ്രത്യേകത കൊണ്ട് വളരെ ഇൻറ്റിമസി തോന്നും കോൺവെർസേഷനിൽ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ഡൈനിങ് കം ലിവിങ്ങിലേക്കാണ്. വളരെ നീളമുള്ള ഒരു ലിവിങ് കം ഡൈനിങ്. ഫസ്റ്റ് പോർഷനിൽ ഡ്രോയിങ് റൂം ലിവിങ് പോർഷനുമായിട്ട് ഒരു പാർട്ടീഷൻ ഷോക്കേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. ആ ഷോക്കേസിലാണ് TV പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലിവിങ് റൂമിൻ്റെ വിൻഡോ സൈഡിലാണ് ഡൈനിങ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 7 പേർക്ക് സുഖമായി ഇരിക്കത്തക്ക അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 7 പേര് ഇരുന്നാലും വളരെ സ്മൂത്തായിട്ട് പാസ് ചെയ്ത് പോകുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ അതൊരു ഷോക്കേസിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷോക്കേസിൻ്റെ ബോട്ടം നോക്കുക. വളരെ ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റോറിംഗ് സ്പേസ്, ക്രോക്കറി ഐറ്റംസ് വയ്ക്കത്തക്ക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ക്രോക്കറി ഷെൽഫും ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെയധികം കണ്ടന്റ് ഉള്ള ഒരു ക്രോക്കറി ഷെൽഫാണ്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഓപ്പൺ ആയും ബോട്ടം പോർഷൻ ക്ലോസ്ഡ് ആയിട്ടുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ്. കിച്ചൻ്റെ സൗകര്യം നോക്കുക. കിച്ചണിൽ വീട്ടിലുള്ളവർ മാത്രം ഉള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് റൗണ്ടിൽ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെച്ചം, വീട്ടിലുള്ളവർ മാത്രം ഉള്ളപ്പോൾ ഡൈനിങ് റൂമിലേക്ക് ഈ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. L ഷേപ്പിൽ കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് കിച്ചൺ ക്യാബിനറ്റുകൾ കൊടുത്തിരിക്കുന്നു. L ഷേപ്പിൻ്റെ 3ാമത്തെ സൈഡ് ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റൗ, അതിൻ്റെ മുകളിൽ ഇലക്ട്രിക് ചിമ്മിണി വെച്ച് കൺവീനിയൻ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പർട്ടിക്കുലാരിറ്റി, ഇതെല്ലാം തടി കൊണ്ടാണ് ഇതിൻ്റെ ഷട്ടറിങ് കൊടുത്തിരിക്കുന്നത്, പ്ലൈവുഡ് കൊണ്ടല്ല. താഴെയും മുകളിലും ഉള്ള ഷെൽഫുകൾ മരം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്.
മരം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് ഡ്യൂറബിലിറ്റി കൂടുതലുണ്ട്, ഭംഗി കൂടുതലുണ്ട്. കാരണം തേക്ക് പോളിഷ് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഒന്ന് വേറെ ലെവലാണ്. ഇനി നമ്മൾ കയറുന്നത് ഒരു വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയിൽ ഒരു സിങ്ക്, അതുപോലെ തന്നെ ഒരു കൗണ്ടർ, അതിന് മുകളിൽ ഒരു ഷെൽഫ്. ഇനി ഒരു സ്റ്റോർ റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. 3 സ്ലാബ് കൊടുത്തിട്ട് 4 ലെവലിൽ നമുക്ക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യത്തക്ക പ്രൊവിഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡാണ് ഉള്ളത്. അവിടെ ഒരിക്കലും വറ്റാത്ത ഒരു കിണർ, വലിയൊരു കിണറുണ്ട്. അതുപോലെ ഒരു കിച്ചൺ ഗാർഡനുണ്ട്. ഈ കോർട്ട്യാർഡിൽ നിന്ന് 2ാം നില ടെറസിലേക്ക് കയറുന്നതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങൾ പറഞ്ഞാൽ, ഒരു ബെഡ് വളരെ കംഫർട്ടബിളായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡബിൾ കോട്ട്, 2 സൈഡ് ജനലുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അലമാരി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇത് ബാത്ത് അറ്റാച്ച്ഡ്. ടോയ്ലറ്റ് നമുക്ക് കാണാം. ടോയ്ലറ്റിൽ ഒരു സൈഡ് വാഷ് ബേസിനും ക്ലോസറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു. മറ്റേ സൈഡ് ഷവർ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ ഷവർ പാർട്ടീഷൻ അല്ലെങ്കിൽ കർട്ടൻ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ബെഡ്റൂം നല്ല ഒരു ഡബിൾ കോട്ട് ഒരു സൈഡ് ചേർത്തിട്ടിരിക്കുന്നു. ഒരു ഓഫീസ് സെറ്റപ്പും ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സിംഗ് ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയയിൽ ഒരു സൈഡ് മുഴുവൻ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഒരു സൈഡ് വാഷ് ബേസിനും ക്ലോസറ്റും അറേഞ്ച് ചെയ്തിട്ട് ഡോറിൻ്റെ മറ്റേ സൈഡ് ഷവർ ഏരിയ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ബെഡ്റൂമിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡബിൾ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു സൈഡ് വളരെ സൗകര്യമുള്ള ഒരു അലമാരിയാണ് നമ്മൾ കാണുന്നത്. അലമാരിയുടെ 2 ഷട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, മിറർ. ഇനി ഡ്രസ്സിംഗ് റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഡ്രസ്സിംഗ് റൂമിലും വലിയ ഒരു മിറർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോയ്ലറ്റ്, വാഷ് ബേസിൻ, ക്ലോസറ്റ്, ഷവർ ഏരിയ. ആദ്യം വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റ്, പിന്നെ കുളിക്കുന്നതിനുള്ള ഷവർ ഏരിയ. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് 10 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ലൈനിൽ തന്നെ ഇതുപോലുള്ള 6 വീടുകൾ നമുക്ക് കാണാം. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. 5 വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എൻട്രൻസ് വൈഡായിട്ടുള്ള ടാർ ചെയ്ത റോഡിൽ നിന്നാണ്. ഈ വീടുകൾ എല്ലാം വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. 10 സെന്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റ് വീടും ഫുള്ളി ഫിനിഷ്ഡ് നിങ്ങൾക്ക് വെറും 65 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ മെച്ചം, നിങ്ങൾക്ക് ഒരു വില്ല പ്രോജക്റ്റിൽ
തുച്ഛമായ വിലയ്ക്ക് ഒരു വീട് സ്വന്തമാക്കാം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരു 10-20 വീടുകൾ കൂടി ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇനി വരാനുണ്ട്. അങ്ങനെ വീടുകൾ വരുമ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ലിവിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. പിന്നെ ഇതിൻ്റെ വേറൊരു മെച്ചം, നിങ്ങളൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നാലുള്ള ആംബിയൻസ് ആണ് ഇതിനുള്ളത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. ആ പ്രകൃതി രമണീയത നേരിൽ വന്ന് കണ്ടെങ്കിലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ.